എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വടക്കേ ഇന്ത്യൻ ഡിഷായ രാജ്മ മസാലയാണ് തയ്യാറാക്കുന്നത്. രാജ്മയ്ക്ക് ഒരുപാട് ഗുണഗണങ്ങളുള്ളതാണ്. അപ്പം വടക്കേ ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ ഒന്നീ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ തവിടെണ്ണ, കടുകെണ്ണ, അതുപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചു ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രാജ്മ മസാലയ്ക്ക് വേണ്ടി നമ്മൾ മീഡിയം സൈസിലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമ്മൾ മീഡിയം സൈസിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും മിക്സിയുടെ ജാറിലേക്കൊന്നിട്ട് അടിച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമ്മൾ അടുത്ത മസാലക്കൂട്ടൊക്കെ ചേർക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ വെള്ളം വറ്റി വരട്ടെ. മോന് ഇത് ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ അവൻ വടക്കേ ഇന്ത്യയിലൊക്കെയാണ് പഠിച്ചതും ജോലി ചെയ്തതുമൊക്കെ. അപ്പോൾ അവൻ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ അത്ര വലിയ കാര്യമാക്കാറില്ല, എനിക്കിതിനെ ഉണ്ടാക്കാനും അറിയാത്തത് കൊണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. അപ്പോൾ അങ്ങനെ ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവരുണ്ടാക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടുമോ എന്നറിയത്തില്ല, എങ്കിലും ഞാൻ ചെയ്ത് നോക്കട്ടെ. നല്ല ജീരകം ചേർക്കണം. ഞാൻ നല്ല ജീരകം പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിയില്ലെങ്കിൽ അല്ലാത്ത ജീരകം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടിയതിന് ശേഷം ഒലിവ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. നമ്മൾ 2 സ്പൂണ് മുളക് പൊടി ചേർത്തു, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. സവോളയും തക്കാളിയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ പൊടി ഇട്ടൊന്ന് മൂപ്പിക്കാം. എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സാക്കി ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. രാജ്മ മസാലയ്ക്കുള്ള കൂട്ടൊക്കെ റെഡിയായി. നമ്മുടെ രാജ്മ മസാലയുടെ കൂട്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ രാജ്മ വേവിച്ച വെള്ളം ഒന്ന് ചേർത്ത് എടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് 8 വിസിൽ കുക്കറിലടിച്ച രാജ്മയാണ്. രാജ്മ നല്ല വേവുള്ളതാണ്. അപ്പം നല്ലതുപോലെ വേവിച്ചെടുക്കാം. പിന്നെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് രാജ്മ മസാല. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ വെള്ളരിച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഞാൻ കുറച്ച് രാജ്മ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കുറുകുന്നത് കൊണ്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കാവുന്നതാണ്. ജീരകപ്പൊടി കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാജ്മയ്ക്ക് കുറച്ച് പുളിപ്പ് കൂടുതലാണ് വേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ തക്കാളി ചേർക്കുമ്പം 2ഓ 3ഓ ഒക്കെ ചേർക്കാവുന്നതാണ്. കുറച്ച് ഉപ്പൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ആദ്യമായിട്ടൊരു ഡിഷ് ഉണ്ടാക്കുമ്പം ചെറിയ രീതിയിലൊക്കെ ചീറ്റിപ്പോകാറുണ്ട്. പക്ഷേ ഈ രാജ്മയ്ക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ.